10-11 വർഷക്കാലം രാവും പകലും ലോറിയിൽ ഓടിയിട്ട് അത് കിട്ടാത്ത ഒരുപാട് നേട്ടങ്ങൾ ഇത് കൊടുത്തിട്ട് കിട്ടുന്നത് മൂല്യമുള്ളതിന്റെ കൂടെ നിന്ന മൂല്യം ഉണ്ടാകും, ഉറപ്പാണ്. എന്റെ പേര് പരിചയപ്പെടുത്തി മുനീർ എന്നാണ്. വയനാട് ജില്ലയില് മുട്ടിലാണ് എന്റെ ദേശം എന്നും പറഞ്ഞു. അപ്പൊ ഞാന് ഒരുപാട് പുറകിലേക്ക് പോവില്ല, പക്ഷെ അതിനൊക്കെ പിന്നെ ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത്, അല്ലെ, നമ്മളൊക്കെ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി വരുന്നത്, വിജയിക്കാൻ നമ്മൾ ആദ്യം സ്കൂളിലേക്കാണ് പോവുക. അപ്പൊ സ്കൂളിൽ പോകുന്ന കാലഘട്ടത്തിലും എനിക്ക് എന്തില്ലായിരുന്നു, എന്തിന് സ്കൂളിൽ പോയി പഠിക്കാൻ പോകണം, എന്തിന് പഠിക്കണം, അതിനു മുമ്പ് നമുക്കൊരു പർപ്പസ് ഉണ്ടാവുമല്ലോ, നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരു പർപ്പസ് വേണമല്ലോ. അപ്പൊ ഇതൊന്നും ഇല്ലാതെ പോകുന്ന ഒരു സമയത്ത് 7ാം ക്ലാസ്സിലെത്തിയ ബയോളജി ടീച്ചർ ചോദിച്ചു എന്താവാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോഴാണ് സത്യത്തിൽ എന്താവാനാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ള ചിന്ത വരുന്നത്. എന്റെ വീട് ഒരു പാടവരമ്പത്തായിരുന്നു അന്നത്തെ വീട്. അപ്പൊ ഒരുപാട് റോഡിലേക്ക് നടക്കണമെങ്കിൽ ഇച്ചിരി വയലിലൂടെ നടന്നു വേണം വരാന്. എന്റെ ഉമ്മാക്കാണെങ്കിൽ നല്ല ആസ്മയാണ്. അപ്പൊ ആ ഈ ആസ്മ ഉള്ള ഒരു ഉമ്മാനെ ഒരു സുഖമില്ലാതാവുന്ന സമയത്ത് നമുക്ക് റോഡിലേക്ക് എത്തിച്ച് അതൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വളരെയധികം പ്രയാസം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് ഞാൻ ചിന്തിച്ചത്, ഞാനൊരു ഡോക്ടർ ആവുകയാണെങ്കിൽ എന്റെ ഉമ്മാക്ക് എത്ര ട്രീറ്റ്മെന്റ് കൊടുക്കാനോ. 7ാം ക്ലാസ് ഞാൻ ചിന്തിച്ച അങ്ങനെ ഞാൻ ഡോക്ടർ ആവണം എന്ന് എന്റെ ആഗ്രഹവും പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, ആരൊക്കെയാണ് ഡോക്ടർ ആണെന്ന് നോക്കുമ്പോ ഒരു ചായ ഉണ്ടാക്കുന്ന ഹോട്ടലിൽ ചായപ്പണി എടുത്തുകൊണ്ടിരിക്കുന്ന എന്റെ ഉപ്പാക്ക് എന്നെ ഒരു ഡോക്ടർ ആക്കാൻ കഴിയില്ല എന്നുള്ളൊരു തെറ്റായ ധാരണ എന്റെ മനസ്സിൽ കയറി കൂടി 7ാം ക്ലാസ്സിന്. അന്ന് മുതൽ പിന്നെ പഠനത്തെ കുറിച്ച് പുറകോട്ടെ, എന്തെങ്കിലും ചെയ്ത് ജീവിക്കാനുള്ള വരുമാനം കണ്ടെത്തണം, ഉപ്പാനെ സഹായിക്കണം എന്നുള്ള മൈൻഡ് അല്ലാതെ പഠിച്ചിട്ട് ഞാനൊരു ഡോക്ടർ ആവാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഇതിലേക്ക് എത്തും എന്നുള്ളൊരു വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ലോറി ജീവിതമായിരുന്നു ആദ്യം തുടങ്ങിയത്. റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് പിന്നെ വരുന്നത്. ലോറി മേഖലയിലേക്ക് വന്ന് ഒരു 3 ദിവസം ലോറിയിൽ രാവും പവനും പണിയെടുത്താൽ 50 രൂപ കൂലി ഉണ്ടാകും, കാരണം പണി പഠിക്കാൻ പോകുന്നതാണ്. അങ്ങനെ പഠിച്ച് ഡ്രൈവറായി. അങ്ങനെ പിന്നെ ഉപ്പ ഒരു ലോറി എടുത്തു, അത് എന്നെ ഏൽപ്പിച്ചു. അങ്ങനെ പിന്നീട് ഞാനും ജ്യേഷ്ഠനും കൂടെ ഷെയർ ആയിട്ട് ഒരു ലോറി എടുത്തു. അങ്ങനെ 2 ലോറിയും അതിൽ ഒന്നിൽ എന്റെ സ്വന്തം ലോഡൊക്കെ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ പോകുന്ന ഒരു ഘട്ടത്തിലാണ് വണ്ടിക്കൊരു ബോംബെയിൽ വെച്ചൊരു ആക്സിഡന്റും അതിന് മുമ്പായിട്ട് തന്നെ അനുജനൊരു ആക്സിഡന്റ്. ഈ 2 കാര്യങ്ങൾ ഏകദേശം വീട് പണി എടുത്തിരിക്കുന്നത് സാമ്പത്തികമായിട്ട് ആകെ തകർന്ന്. അന്ന് വരെ ഞാൻ കുറ്റം പറഞ്ഞും കളിയാക്കിക്കൊണ്ടിരുന്ന ആളുകളായിരുന്നു റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉണ്ടായിരുന്ന ആളുകൾ. കാരണം അധ്വാനിക്കാതെ പണം മേടിക്കുന്നത്. പക്ഷെ എല്ലാം തകർന്ന് ഒരു 8-10 ലക്ഷം രൂപയോളം ബാധ്യതയും വന്ന് മറ്റൊരാൾ, കാരണം ലോറി മുതലാളിയൊക്കെ ആയിരുന്ന ഒരാൾക്ക് ലോറിയിലോ മറ്റൊരു പണി തരാൻ പോലും ഒരാളില്ലാത്ത ആ സിറ്റുവേഷൻ, അതിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് വരുന്നത്. അപ്പൊ റിയൽ എസ്റ്റേറ്റ്, ഞാനത് പറഞ്ഞത്, ഏത് മേഖലയിലും നമ്മൾ എത്ര ശോഭിച്ചിരിക്കുമ്പോഴും അവിടെ നഷ്ടസാധ്യതയുണ്ട്, മറ്റേ കടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വന്ന് വലിയ കുഴപ്പമില്ലാതെ അതിൽ വർക്ക് ചെയ്തൊക്കെ മുമ്പോട്ട് പോയി. ആ സമയത്ത് അതിന്റെ വയനാട് ജില്ലാ സെക്രട്ടറി വരെ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ന് ഏറ്റവും ഇന്ത്യയിലല്ല ലോകത്ത് തന്നെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ ഓപ്പർച്യൂണിറ്റി എന്റെ കയ്യിലേക്ക് വരാനുണ്ടായ സാഹചര്യം. സ്ഥലം എടുക്കാൻ വന്നൊരു വ്യക്തി എന്റെ പാർട്ട്ണറോട് പറയുകയാണ്, നിങ്ങൾ എന്തായാലും വരണം കേട്ടോ, നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പൊ പാർട്ട്ണറും ഞാനും എന്ന് പറയുന്നത് എപ്പോഴും ഞങ്ങൾ എന്ത് ചെയ്താലും പരസ്പരം അറിയും, പരസ്പരം അതിന്റെ ഷെയർ കിട്ടിക്കൊണ്ട് ചെയ്യുന്ന ഒരു സമയമാണ്. പക്ഷെ ഈ സമയത്ത് പാർട്ട്ണർ ഞാൻ അറിയാതെ എന്തൊരു ബിസിനസ്സാണ് പറയുന്നത് വെച്ചാൽ ഞാൻ അങ്ങോട്ട് കയറി ചോദിക്കുന്നത് എന്താണ് ഇത് സംഭവം, എന്താ നിങ്ങൾ പറയുന്നത്, അതൊരു കച്ചവടമാണ്. കച്ചവടമാണെങ്കിൽ നിങ്ങൾ എനിക്ക് കമ്മീഷൻ ഒന്നും വേണം, നിങ്ങൾ ചെയ്തോ, പക്ഷെ എന്താണ് ഞാൻ അറിയണം, എന്നോടൊന്ന് പറഞ്ഞു തരണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു. ഇങ്ങനെ ആവശ്യപ്പെട്ട് എന്നോട് പറഞ്ഞു, മുനീറ നമുക്ക് പറ്റുന്നതല്ല, അത് നമുക്ക് പറ്റുന്ന കാര്യമല്ല, അത് വിട്ടേരെന്ന് പറഞ്ഞു. അപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ പാർട്ട്ണർ ശശിയേട്ടൻ ഇത് പറയുന്നുണ്ടെങ്കിലും ഈ വരുന്ന പാർട്ടി സ്ഥലം എടുക്കുന്ന പാർട്ടി സ്ഥലം എടുത്താല് ഏകദേശം 1,20,000 കമ്മീഷൻ കിട്ടേണ്ട ഒരു കച്ചവടമാണ്. ഞാൻ പറഞ്ഞ എന്താ കാര്യം എന്ന് പറഞ്ഞു, ഞാനും കൂടെ കേൾക്കട്ടെ പറഞ്ഞു. അവര് പറഞ്ഞപ്പോൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് വെച്ചാലും വളരെ എന്താണ്, ഇപ്പൊ മണി ചെയിന്, ആളെ പറ്റിക്കുന്ന കേസിട്ട് ഇങ്ങനെയുള്ള ചിന്താഗതിയുള്ള എന്റെ അടുത്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ അവിടെ എന്ത് ചെയ്തു, ആ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്തായാലും അതൊന്ന് കേട്ട് നോക്കാം, എന്നിട്ട് കേട്ട് നോക്കി കഴിഞ്ഞിട്ട് ബാക്കി പറയാമെന്നുള്ള അന്വേഷണം ഞാൻ നിങ്ങൾ പറയൂന്നാണ്. അങ്ങനെ അവര് കാര്യങ്ങൾ പറഞ്ഞു തന്നു. കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോ എനിക്കിത് പറ്റില്ല, എന്റെ മനസ്സിനകത്ത് ഇത് പറ്റില്ല എന്ന് എനിക്ക് ബോധ്യമായി. പക്ഷെ ഞാനിത് പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ സ്ഥലം എടുത്തിട്ടില്ല, ആ കമ്മീഷനും കിട്ടൂല. അതുകൊണ്ട് ഞാൻ തൽക്കാലം അവരോട് പറഞ്ഞു, നിങ്ങളുടെ പ്രോഗ്രാം എവിടെയുള്ള ഒരു പ്രോഗ്രാം കേട്ട് നോക്കട്ടെ, എന്നിട്ട് ഞാൻ തീരുമാനിക്കാം. എന്നിട്ട് നമുക്ക് പറ്റുന്നതാണെങ്കിൽ ഞാനും ഉണ്ടാവും, ശശിയേട്ടനുണ്ടാവും, ഞങ്ങൾ 2 പേരും ചെയ്യുന്നതാണ്. അങ്ങനെ അവർ പ്രോഗ്രാം സെന്റർ ഒക്കെ പറഞ്ഞു തന്ന് അങ്ങനെ അവിടുന്ന് തൽക്കാലം ആ കച്ചവടം നടക്കാൻ വേണ്ടി മാത്രം ഒരു പ്രോഗ്രാം ചെല്ലാന്ന് പറഞ്ഞു. അങ്ങനെ ടൗണിൽ വന്ന സമയത്താണ് എന്നോട് കുറെ കാലമായിട്ട് മറ്റൊരു നെറ്റ്വർക്കിൽ മോഡിക്കെയറാണ് നെറ്റ്വർക്ക് അതിന്റെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഇത് എന്നോട് നിരന്തരമായിട്ട് അവരൊക്കെ മീറ്റിംഗിലേക്ക് വരണം, ബിസിനസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വെറുതെ അയാളെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു,
നാസർക്ക നിങ്ങൾ ചെയ്യുന്നതല്ല നെറ്റ്വർക്ക്, ഇതൊരു പുതിയ കമ്പനി ഒന്നുണ്ട്, കേട്ടു നോക്ക്. നാസർക്ക എന്നെ പിടിച്ചു വെച്ചിട്ട് പറഞ്ഞു, അവരൊന്ന് എന്റെ അടുത്ത് ഇരുത്തിത്താ, അവര് ഞാൻ പറയും എന്റെ കമ്പനി അവരെ കൊണ്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. ഓക്കെ, എനിക്ക് നഷ്ടമൊന്നുമില്ല. ഞാൻ അവർ രണ്ടുപേരും നല്ല സേഫ് ആയിട്ട് ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നൊരിടത്ത് ഇരുത്തി കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ എനിക്ക് കോൾ വരുന്നു. ഭയങ്കരമായിട്ട് ആ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റ് കൊണ്ട് നടന്ന വ്യക്തി അത് നിർത്തിയിട്ട് മൈലേസ്റ്റൽ മാർക്കറ്റിംഗ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് ഫോൺ ചെയ്ത് പറയുമ്പോൾ അവിടെയാണ് ഞാൻ ചിന്തിക്കുന്നത്, ഇത്ര സീരിയസ് ആയിട്ട് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി അത് ഒഴിവാക്കി മൈലേസ്റ്റലിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തോ ഉണ്ട്. ആ സമയത്ത് ഞാനൊരു തീരുമാനം എടുത്തു, എന്നാൽ പിന്നെ ഒരു പ്രോഗ്രാം ഒന്ന് കേട്ടു നോക്കാം. ആദ്യം ഞാൻ പറ്റിക്കാൻ പറഞ്ഞതാണെങ്കിലും പിന്നീട് അത് കേട്ടു നോക്കാം എന്നൊരു തീരുമാനം എടുത്തു. അങ്ങനെ അമ്പലയിൽ വെച്ചിട്ട് ഒരു ചെറിയൊരു കുഞ്ഞു പ്രോഗ്രാമിലാണ് ഞാൻ പോയിട്ട് ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്നത്. കേൾക്കുന്ന സമയത്ത് അവിടുന്ന് കുറച്ച് ആളുകൾ എന്ത് പറയുന്നുണ്ട്, ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച റിസൾട്ടുകളൊക്കെ പറയുന്നു. ഈ റിസൾട്ടുകൾ പറയുന്നത് കേട്ടപ്പോൾ സത്യസന്ധമായിട്ട് പറയുന്ന റിസൾട്ട്, കാരണം ഇത് ആരും പറഞ്ഞു പഠിപ്പിച്ചു അല്ലെങ്കിൽ സയന്റിഫിക്കലായിട്ടൊന്നല്ല അവർ പറഞ്ഞത്, അവർ ഉപയോഗിച്ചു കിട്ടിയ റിസൾട്ട്, അത് എങ്ങനെ തേച്ചു, ഇതൊക്കെയാണ് പറയുന്നത് ചാമ്പിത്താലേക്ക് ഉപയോഗിച്ച്. ഞാൻ കരുതി എന്തായാലും കുറച്ച് പ്രൊഡക്റ്റ് മേടിച്ചു വെക്കാം, ബിസിനസ് ചെയ്യലോ ചെയ്യാതിരിക്കലൊക്കെ പിന്നീട്, എന്തായാലും പ്രൊഡക്റ്റ് മേടിക്കാം. സത്യത്തിൽ അന്ന് എനിക്കൊരു 1000 രൂപയുടെ പ്രൊഡക്റ്റ് ഞാൻ മേടിച്ചു. അതേപോലെ തന്നെ എന്റെ കൂടെയുള്ള ശശിയേട്ടന് ഒരു 1000 രൂപയുടെ പ്രൊഡക്റ്റ് മേടിച്ചു കൊടുത്തുകൊണ്ട് ഞങ്ങൾ അന്ന് അവിടുന്ന് ആ പ്രൊഡക്റ്റ് മേടിച്ചു കൊടുന്നു. അത്ഭുതം എന്ന് പറയാ, ഒരുപാട് കാലം മുട്ടുവേദനയൊക്കെ ഉണ്ടായിട്ട് അത് മാറാതെ എനിക്ക് കൃത്യമായിട്ട് അറിയുന്ന എന്റെ ഒരു ബന്ധുവിന് ഈ ഒരു ചാമ്പി തൈലം കൊടുക്കുകയും ആ ചാമ്പി തൈലം ഉപയോഗിച്ച് അവര് എന്റെ വീട്ടിലേക്ക് കുറച്ച് ദൂരമുണ്ട്, നടന്നൊന്നും വരാൻ കഴിയാത്ത അവര് നടന്ന് എന്റെ വീട്ടിൽ വന്നു എന്നുള്ളത് അറിഞ്ഞപ്പോഴാണ് ഞാൻ ഹാപ്പി ആയത്. അങ്ങനെയെങ്കിൽ ഞാൻ ഇതിനകത്ത് ബിസിനസ് ചിന്തിച്ചിട്ടില്ല. എന്റെ ബന്ധുവിന് കിട്ടിയ ഒരു മാറ്റം അങ്ങനെയാണെങ്കിൽ എന്റെ ചുറ്റുവശത്തായിട്ട് ഒരുപാട് ആളുകൾ മുട്ടുവേദനയും പല പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്. ഇവർക്കൊക്കെ ഈ പ്രൊഡക്റ്റ് കൊടുക്കാലോ. ഞാൻ മേടിക്കും, ലാഭം ഒന്നും എടുക്കാതെ അവർക്ക് കൊടുക്കും. കാരണം എന്റെ പ്രൊഫഷൻ അന്ന് റിയൽ എസ്റ്റേറ്റ് മേഖല തന്നെയാണ്. ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റ് ചെയ്യാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ പ്രൊഡക്റ്റ് റിസൾട്ട് ഉള്ളതാണ്, മറ്റുള്ളവർക്ക് ആശ്വാസം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കത് ചെയ്തു കൊടുത്തുകൂടാ, ഒന്ന് മേടിച്ചു കൊടുത്തുകൂടാ, ഇത്ര ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഇങ്ങനെ ഞാൻ ചാമ്പിത്തായിലൊക്കെ മേടിച്ചു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ കൊടുത്ത സമയത്താണ് എന്റെ ഒരു അധ്യാപകന് എന്താ മരുന്ന് കച്ചവടമാണോ എന്നൊക്കെ ചോദിച്ചു എന്നോട് ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, മരുന്ന് കച്ചവടമല്ല സാറേ, ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് തന്നെ. അപ്പൊ എന്നോട് ചോദിച്ചു, അത്യാവശ്യം ജീവിച്ചു പോകുന്നില്ലേ, ബിരിയാണിക്ക് കഴിക്കുന്നില്ലേ, ലോറിക്ക് ഓടുന്നില്ലേ, ഇനി ഉണ്ട തിന്നാൻ പോണോ, വേണ്ടാത്ത പണിക്ക് നിൽക്കണോ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യങ്ങള് എന്റെ അധ്യാപകനൊന്ന് ബോധിപ്പിക്കണല്ലോ. അങ്ങനെ അധ്യാപകന്റെ അടുത്ത് പോയി സംസാരിച്ച് അധ്യാപകൻ എങ്ങനെയായാലും ഇതൊന്നും കേൾക്കാൻ തയ്യാറാക്കി എന്നോട് കേട്ടു. അപ്പൊ സംസാരിച്ചിട്ട് എന്റെ ലാസ്റ്റ് എന്നോട് പറഞ്ഞ കാര്യം വേണ്ടാത്ത പണിക്ക് നിൽക്കണ പോലെയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അധ്യാപകന് മുട്ടുവേദന ഉണ്ടായിരുന്നു, ഞാൻ ഒരു ചാമ്പിത്തായിന്റെ അടുത്ത് കൊടുത്തിട്ട്, സാറേ അതുവരെ എന്റെ കയ്യിനകത്ത് ഇതുണ്ട് പക്ഷെ ഞാൻ കൊടുത്തില്ല, സാറേ എന്റെ വീട്ടിൽ ആർക്കും മുട്ടുവേദന ഇല്ല, പക്ഷെ ഇത് മുട്ടുവേദന മാറുന്നുണ്ട്, എനിക്ക് നല്ല ബോധ്യമുണ്ട്, സാറിന്റെ കാലുവേദന ഉണ്ടല്ലോ, സാർ ഉപയോഗിച്ചിട്ട് ഒരാഴ്ച ഉപയോഗിച്ച് ബാക്കി എനിക്ക് തന്നേരെ എന്ന് പറഞ്ഞ് ആ സാറിന്റെ അടുത്ത് ഞാനൊരു ചാമ്പി തൈലം കൊടുത്തപ്പോ ചാമ്പി തൈലം കിട്ടിയതും നേരെ സാർ അതിനെങ്കിൽ വേഗത്തിൽ എന്നോട് ഇങ്ങോട്ടേക്ക് വിളി, ഇതായിരുന്നു സാർ, ഇത് സൂപ്പറാണ്. കാരണം സാറിന്റെ ഒരു സുഹൃത്ത് ഒരു പോലീസുകാരനായിരുന്നു, ആക്സിഡന്റ് ആയി, എല്ലാ ട്രീറ്റ്മെന്റും കഴിഞ്ഞ് ഇനി ട്രീറ്റ്മെന്റ് ഒന്നുമില്ല, പെയിൻ കില്ലർ അധികം കഴിക്കണ്ടെന്നൊക്കെ പറഞ്ഞു വിട്ടു. അദ്ദേഹത്തിന് ഒരുപാട് വേദനയുള്ള സമയത്ത് ഏതോ ഒരു ലേഡി സാധനങ്ങൾ കൊണ്ട് വീടാന്തരം വിൽക്കുന്ന സമയത്ത് അവർ ഒഴിവാക്കേണ്ട എന്നുള്ള ഉദ്ദേശത്തിൽ അദ്ദേഹം ഒരു ചാമ്പി തൈലം മേടിച്ചിരുന്നു. ആ ചാമ്പി തൈലത്തിന്റെ റിസൾട്ട് അദ്ദേഹത്തിന്റെ മുട്ടുവേദന മാറ്റി. അതിൽ നിന്ന് അല്പം എന്റെ അധ്യാപകനും കൊടുത്തിരുന്നു. പിന്നീട് ഇത് എവിടെ കിട്ടുമെന്ന് മെഡിക്കൽ ഷോപ്പിൽ എവിടെയും ചോദിച്ച് കിട്ടാതായപ്പോൾ ഇത് എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് ഇവർ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ചാമ്പി തൈലം കൊണ്ട് കൊടുക്കുന്നത്. എന്റെ ഭാഗ്യം എന്ന് പറയാം. അങ്ങനെ ആ ദേവസ്വം മാഷ് എന്ന് പറഞ്ഞ എന്റെ അധ്യാപകൻ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ലത് പറഞ്ഞു, ഇത് ഒത്തിരി പേർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു, ഒത്തിരി റിസൾട്ട് ഉള്ള സാധനമാണ്. അങ്ങനെ അന്ന് അധ്യാപകൻ ഏറ്റെടുത്ത് ഒത്തിരി പേരൊക്കെ ഇത് പറഞ്ഞു, പലർക്കും പ്രൊഡക്റ്റുകൾ ആവശ്യം വന്നു. നമ്മുടെ ഡെപ്യൂട്ടി കളക്ടർ ചാമിക്കുട്ടി സാർ പോലും മേടിച്ചത്. ദേവസ്വം മാഷ് ആളെ പറ്റിക്കാനോ അല്ലെങ്കിൽ ഒന്നിനും വേണ്ടി ഇത് ചെയ്യില്ല, ഒരു കാര്യത്തെ കുറിച്ച് പഠിക്കാതെ പറയില്ല. പിന്നെ എന്റെ ഉപ്പാന്റെ പേര് കുഞ്ഞാപ്പാണ്, കുഞ്ഞാപ്പാന്റെ മോനെ ആളെ പറ്റിച്ചിട്ട് വേണ്ട ജീവിക്കാൻ എനിക്കറിയാം, എന്തായാലും തന്നേര് എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെയുള്ള ആളുകൾ പോലും പ്രൊഡക്റ്റുകൾ മേടിച്ചത്. ആ മേടിച്ച പ്രൊഡക്റ്റ് ഒക്കെ റിസൾട്ടായി വീണ്ടും വന്ന സമയത്താണ് അന്ന് വരെ ബിസിനസ് ആയിട്ടോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആയിട്ടോ ഒന്നും ഏറ്റെടുക്കാത്ത എന്റെ അടുത്തേക്ക് എന്റെ ഗ്രേറ്റ് ലീഡേഴ്സ് സന്തോഷ് സാറും ഷിനോജ് സാറും സുബി സാറൊക്കെ വന്നിട്ട് എന്നോട് പറയാ, സാറേ നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്തൊരു ടൂറൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ പറയാതെ ഇരുന്നതാ, കാരണം ഓൾറെഡി 3 മാസമായിരുന്നു ആ ഒരു ടൂറിന്റെ ടൈം. 1 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം, ഈ ബിസിനസ് തന്നെ ഞാൻ കേൾക്കാൻ പോകുന്നത്. അപ്പൊ എന്നെ പോലെ ഒരാളോട് ഒരു ടൂറിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഏറ്റെടുക്കൽ പോയിട്ട് ഒന്നും ചെയ്യാൻ ഇതിനകത്ത് തയ്യാറാവാതെ വന്നൊരു വ്യക്തിയാണ്. പക്ഷെ ഇത്ര പ്രൊഡക്റ്റുകൾ കൊടുത്തു അതിന്റെ റിസൾട്ട് ആണ് എന്റെ അടുത്തേക്ക് അവർ എത്തിച്ചത്. ഞാൻ വീണ്ടും മേടിച്ചു കൊടുക്കുന്നോണ്ടാണ് അവർ വന്നത്. അപ്പൊ എന്നോട് പറഞ്ഞൊരു തായ്ലൻഡ് ട്രിപ്പ് ഉണ്ട്, അതൊക്കെ പോകാൻ സാധിക്കും. ഇത് പറയുന്ന സമയം ആയപ്പോഴേക്ക് ഞാൻ വന്ന് 2 ആഴ്ച കഴിഞ്ഞു, പിന്നെ കറക്റ്റ് 1.5 മാസമാണ് ഉള്ളത്.
പക്ഷെ ഞാൻ ചോദിച്ചു, ഞാൻ സ്വന്തമായി ലോറി എല്ലാം കൊണ്ട് നടന്ന് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്ന് കടങ്ങളൊക്കെ വന്നിട്ടും ഒരു താജ്മഹൽ കാണാൻ പോകണം എന്ന് ചോദിച്ചാൽ ഇന്നും നടന്നിട്ടില്ല. ഈ സമയത്താണ് കുറച്ച് ചാമ്പിത്തൈലും പേസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് തായ്ലൻഡ് പോകാം എന്ന് പറയുന്നത്. നഷ്ടമൊന്നുമില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ എന്നോട് ഞങ്ങൾ പറഞ്ഞു തരുമ്പോൾ ചെയ്താൽ മതി സാറെ, സിമ്പിൾ ആയിട്ട് പിടിക്കാം നമുക്ക്, സാറിന് ഇങ്ങനെ സെയിൽ നടക്കുന്നതാണ്. കൃത്യമായിട്ട് 1.5 മാസം ആ ലീഡേഴ്സ് എന്ത് പറഞ്ഞോ അതിനനുസരിച്ച് പ്രവർത്തിച്ചത് കൊണ്ട് 1.5 മാസം കഴിഞ്ഞപ്പോഴേക്ക് ആ തായ്ലാന്റ് ടൂർ വിൻ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ എന്റെ എൻട്രി അങ്ങനെ ആയിരുന്നു. ഈ തായ്ലൻഡ് ടൂർ വിൻ ചെയ്തപ്പോൾ അപ്പോഴും ഞാൻ ബിസിനസ്സായി ചെയ്യാനൊന്നും ഉദ്ദേശിച്ചില്ല കേട്ടോ. അപ്പോഴും പ്രൊഡക്റ്റുകൾ ആളുകൾക്ക് കൊടുക്കാം, പിന്നെ ഈ ഒരു തായ്ലൻഡ് ടൂർ കൊണ്ടുപോകുന്നത് വരെ ഇവരെ കൂടെ ഇങ്ങനെ നടക്കാം. അത് കഴിഞ്ഞിട്ട് എന്റെ പഴയ പണിക്ക് തന്നെ പോകാം. കാരണം ഇവരെ കൂടെ നിന്നിട്ടുള്ള തായ്ലൻഡ് ടൂർ കൊണ്ടുപോയിട്ടില്ലെങ്കിലോ? ഇത്ര മാത്രം എന്റെ ചിന്താഗതി. അന്നും ഞാൻ ബിസിനസ്സായിട്ട് ഏറ്റെടുത്തിട്ടൊന്നുമില്ല. പക്ഷേ എന്റെ കൂടെ വന്നത് ഈ ഞാൻ പറഞ്ഞില്ല ആദ്യം നെറ്റ്വർക്ക് കുറിച്ച് കേട്ട് അദ്ദേഹം ചെയ്യാ എന്ന് പറഞ്ഞതാണ് ഞാൻ ഇതിലേക്ക് പോകാനായിരുന്നു. അദ്ദേഹം നന്നായിട്ട് ഏറ്റെടുത്തിരുന്നു. അതുപോലെ ഞാൻ ബൈ ചാൻസ് ഒരാള് മാറി വിളിച്ചിട്ടാണ് ദിലീപ് കുര്യൻ എന്ന് പറഞ്ഞ ഇന്ന് സ്റ്റേറ്റിംഗ് കോർഡിനേറ്റർ റാങ്കിലാണ് ഫോണിൽ കിട്ടുന്നതും. അങ്ങനെ അദ്ദേഹത്തോട് പോയിട്ട് സന്തോഷ് സാർ പ്ലാൻ പ്രസന്റ് ചെയ്യും. അദ്ദേഹം ആംബയുടെ ഒരു ലീഡറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തത്. ആംബയാണ് വലിയ കമ്പനി എന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് എന്തായാലും ലീഗൽ ആയിട്ടുള്ള കമ്പനിയാണ്, അതുകൊണ്ട് പ്രൊഡക്റ്റ് മോശമാവില്ല. ഇൻകം പ്ലാൻ എന്ന് പറയാൻ പറഞ്ഞു. ഇൻകം പ്ലാൻ പറഞ്ഞപ്പോൾ ഇത്ര ഇൻകം കൊടുക്കുന്നുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. നമുക്ക് ആളുകൾ ഇത് ഇത്രയും കിട്ടുള്ളൂ, ഇത് എങ്ങനെ കിട്ടുക? പുള്ളി ഇത് ചോദിച്ചു വളരെ ആക്റ്റീവായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഏറ്റെടുത്തു. ഇങ്ങനെ അവർ ഏറ്റെടുത്തു. സത്യത്തിൽ എനിക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയില്ല, പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ റിസൾട്ട് ഉള്ളത് കൊണ്ട് മറ്റുള്ളവർക്ക് കൊടുത്തു. പക്ഷെ എന്റെ കൂടെ വന്നവർക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അറിയാവുന്ന ആളുകളും എന്നെ സഹായിക്കാൻ വന്ന എന്റെ ലീഡേഴ്സ് ശക്തമായി പ്രവർത്തിക്കുകയും ചെയ്ത ഒറ്റ കാരണത്താലാണ് തായ്ലൻഡ് ടൂർ വിൻ ആയത്. അതല്ല മുനീറിന്റെ ഒരു കഴിവോ അതല്ലെങ്കിൽ നെറ്റ്വർക്കിലെ എക്സ്പീരിയൻസോ ഒന്നും ഒരു തായ്ലൻഡ് ടൂർ വിൻ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഉണ്ടായിട്ടില്ല. എന്റെ ലീഡേഴ്സിന്റെ എന്റെ കൂടെ കടന്നു വന്നവരുടെ മികവുകൊണ്ട് മാത്രം അന്ന് ഒരു ടൂർ വിൻ ചെയ്തതാണ്. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ എനിക്കൊരു ഒരു തപ്പാൽ വന്നു. ആ തപ്പാലിനകത്തുള്ളത് ടീം കോർഡിനേറ്റർ റാങ്കിൽ എത്തിയ ഒരു സിറ്റുവേഷൻ ആണ്. അത് കൂടാതെ ഒരു 3 ലക്ഷത്തിന് ഇൻഷുറൻസിന് സിറ്റുവേഷനും കിട്ടി. അത് കഴിഞ്ഞപ്പോഴേക്ക് ഒരു ശനിയാഴ്ച ആയപ്പോൾ ആപ്പിനകത്ത് ഒരു കാര്യം കാണിച്ചു, 36,000 രൂപ ആഴ്ച വരുമാനം. കാരണം ഈ ലീഡേഴ്സ് എല്ലാം കൂടി പ്ലാൻ ചെയ്ത് എല്ലാം കൂടി ഓടി പിടിച്ചിട്ട് ലാസ്റ്റ് അവസാന വീക്കിലേക്കാണ് മാക്സിമം ബിസിനസ് കയറിയത്. അതുകൊണ്ട് തന്നെ എന്റെ ആഴ്ച വരുമാനം 36,000. അവിടെയാണ് ഞാൻ ചിന്തിച്ചത്, ഞാൻ ലോറിയുടെ പുറകിലും റിയൽ എസ്റ്റേറ്റ് പുറകിലും ഒക്കെ ഇങ്ങനെ ഓടിയിട്ട് കണ്ടിന്യൂ ആയിട്ട് ഒരു വരുമാനമൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ പ്രവർത്തിച്ചപ്പോഴേക്കും ഒരു തായ്ലൻഡ് ട്രിപ്പും കിട്ടി, 3 ലക്ഷത്തിന് ഇൻഷുറൻസ് കവറേജും കിട്ടി, 36,000 രൂപ ആഴ്ച വരുമാനവും കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് കുഴപ്പമില്ലല്ലോ, ഒന്ന് നോക്കാലോ എന്നുള്ള രീതിയിൽ ഞാൻ ഇതിന്റെ പുറകെ വന്നു. അങ്ങനെയാണ് പ്രോഗ്രാം സെന്ററിൽ ചെല്ലുമ്പോൾ അവിടെ സ്റ്റേജിൽ കയറി സംസാരിക്കാൻ, മൈക്ക് പിടിച്ച് സംസാരിക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ്. നിങ്ങൾ ഇത്രയും ആളുകളുടെ മുമ്പിലേക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിയാതെ മൈലേഷന്റെ പവർ മാത്രമാണ് ഇതിനകത്ത് വന്നുകൊണ്ട് മാത്രമാണ് ആ സ്റ്റേജിൽ ഒന്ന് മൊമെന്റോ കിട്ടുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എല്ലാ സ്വീകരണങ്ങളും മൊമെന്റോ കിട്ടുന്നു, വരുമാനം കിട്ടുന്നത്, ടൂറ് കിട്ടുന്നത്, ഇതെല്ലാം അപ്പോഴേ ഇത്രയും കാലം 10-11 വർഷക്കാലം രാവും പകലും ലോറിയിൽ ഓടിയിട്ട് അത് കിട്ടാത്ത ഒരുപാട് നേട്ടങ്ങൾ ഇത് കൊടുത്തിട്ട് കിട്ടുന്നു എന്നുള്ളത്. പിന്നീട് ഞാൻ ആ മേഖലയിലേക്ക് പോകാൻ പാടില്ലല്ലോ. അങ്ങനെയാണ് മൈലേഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ബിസിനസ് ഞാൻ ഏറ്റെടുക്കാനുണ്ടായ കാരണം. ഇതിൽ എന്റെ കഴിവായിട്ടൊന്നും വന്നതല്ല. ഇനി ഇതിനകത്ത് ഏറ്റെടുത്തതിന് ശേഷം എന്ത് കിട്ടി എന്ന് ചോദിച്ചിരുന്നത്, ഏറ്റവും ഞാൻ തുടക്കത്തിൽ പറഞ്ഞു 7ാം ക്ലാസ്സിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. 7ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എന്റെ ഉമ്മാക്ക് ഉണ്ടായിരുന്ന ആസ്മയാണ് ഞാൻ ഒരു ഡോക്ടർ ആവണം എന്ന് അന്ന് ചിന്തിച്ചെങ്കിൽ, പിന്നീട് എനിക്കിപ്പോ 45 വയസ്സ്. ഈ സമയത്തൊക്കെ ഞാൻ ഈ മൈലേഷനിൽ തുടങ്ങുന്ന സമയത്തൊക്കെ എന്റെ ഉമ്മാക്ക് ആസ്മയുണ്ട്, ഡോക്ടറെ കാണിക്കുന്നുണ്ട്, വീട്ടിലുള്ള പലതും ഒഴിവാക്കാൻ പറയുന്നുണ്ട്, കോഴികളെ ഒന്നും പോറ്റണ്ടെന്ന് പറയുന്നുണ്ട്, മെഡിസിൻ കഴിക്കേണ്ട, അടുപ്പിൽ ഊതണ്ട, പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മാത്രം ക്ലിയർ ആവില്ല, എന്റെ ഉമ്മാന്റെ ആസ്മയ്ക്ക് മാത്രം മാറ്റം ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഒതു എടുക്കണമെങ്കിൽ വെള്ളം കൊണ്ട് റൂമിനകത്ത് ബാത്റൂം ഉണ്ട്, അതിനകത്തുനിന്ന് ഒതു എടുക്കണമെങ്കിൽ പോലും എന്ത് വേണം, ഒരു പരസഹായം വേണം. അതല്ലെങ്കിൽ വലിയ കിണ്ടിയിലൊന്നും കൊടുക്കാതെ ചെറിയ പാലിന്റെ ചെറിയ വെയിറ്റ് കുറഞ്ഞ പാത്രത്തിലേക്ക് കൊടുത്താല്, ഇനി ഈ വെള്ളം ചൂടുവെള്ളം അവിടെ എത്തിയിട്ടില്ല, അടുക്കളയിൽ വന്നു എന്റെ ഉമ്മാനോട് നിർത്തണ്ട്. ഇന്നും എന്റെ കണ്ണിന് മുമ്പ് മായാതെ വെക്കുന്ന ഒരു രംഗാണ്. കണ്ണിൽ വെള്ളം ഒലിപ്പിച്ച് ഒന്നും എടുക്കാനുള്ള വെള്ളം പോലും എടുത്തു കൊണ്ടുപോകാൻ കഴിയാത്ത ആസ്മയുള്ള എന്റെ ഉമ്മാക്ക് ഇന്ന് ഞാൻ പറയുന്നു, നമ്മുടെ 95 കവചപ്രാശ്, ആയുഷാസ്, ഈ പ്രൊഡക്റ്റുകൾ കൊടുത്തുകൊണ്ട് ഇന്ന് ബക്കറ്റിൽ 1/2 ബക്കറ്റ് വെള്ളം എടുത്തിട്ട് എന്റെ മക്കളെ കുളിപ്പിക്കാൻ പോകുന്ന രീതിയിലേക്ക് എന്റെ ഉമ്മാനെ കൊണ്ടുപോയി മൈലേഷൻ മാർക്കറ്റിംഗിന്റെ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് ആണത്, ഒരു ഡൗട്ടും ഇല്ല. അപ്പൊ ഞാൻ അന്ന് 7ാം ക്ലാസ്സിലെ എക്സ്പീരിയൻസ് പറയാൻ കാരണം, അന്ന് ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചെങ്കിൽ ഇന്ന് നിരവധി ഡോക്ടർമാരെടുത്ത് 10-25 വർഷത്തോളം ആസ്മ ഉണ്ടായിട്ട് എന്റെ ഉമ്മാനെ കൊണ്ട് നടന്നിട്ട് അതിനൊരു മാറ്റം കിട്ടാന്
മൈലേസ്റ്ററിന്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ അത് കൊടുത്തത് മുനിറാണെങ്കിൽ അന്നത്തെ എന്റെ പ്രാർത്ഥന, അന്നത്തെ എന്റെ ചിന്ത ഇന്ന് അള്ളാഹ് അത് പൂർത്തീകരിച്ചു തന്ന് ഈ ഒരു പ്രൊഡക്റ്റിലൂടെ ആ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് ഇങ്ങനെ ഒത്തിരി, ഞാൻ പറഞ്ഞ ചാമ്പിത്തൈലം കൊടുത്ത ആ റിസൾട്ട് കണ്ട് വന്നതാണ്. പിന്നെ ഓരോ പ്രോഗ്രാമിന് പോകുമ്പോഴും ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് കേൾക്കുമ്പോഴും അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടാണ് പ്രൊഡക്റ്റുകളൊക്കെ ഞാൻ എന്റെ ഉമ്മക്ക് ആദ്യം ഒറ്റയടിക്ക് പോയിട്ട് ഈ 3 പ്രൊഡക്റ്റും കൂടെ കൊടുക്കല്ലേ ചെയ്തത്. ഒരു കവചപ്രാശി കഴിച്ചിട്ട് ഒരു അമ്മയ്ക്ക് കിട്ടിയ റിസൾട്ട് ഒരു ലീഡർ പറയുന്നത് കേട്ടപ്പോഴേ എന്തുകൊണ്ട് എന്റെ ഉമ്മക്ക് കൊടുത്താൽ ഈ റിസൾട്ട് ഉണ്ടായിക്കൂടാ എന്ന ചിന്തയിലാണ് കവചപ്രാശം കൊടുക്കുന്നത്. ആ കവചപ്രാശം കൊടുത്ത റിസൾട്ട് എന്റെ ലീഡറോട് ചെന്ന് പറഞ്ഞപ്പോഴാണ് ആസ്മയാണോ സാറേ ആയുശ്വാസം കൊടുക്കൂ എന്ന് പറയുന്നത്. ആയുശ്വാസം കൊടുത്തപ്പോൾ ആ മാറ്റം കിട്ടിയപ്പോഴാണ് ഒരു 95 റിസൾട്ട് കേൾക്കുന്ന സമയത്ത് അതിനകത്ത് ബ്ലഡിൽ ഓക്സിജൻ റാഡിക്കൽ അബ്സർവേഷൻ, ഓക്സിജൻ കൂടി കഴിഞ്ഞാൽ പുറം വേദന ഉണ്ടാവില്ല എന്ന് പറയുന്നത്. ആസ്മ രോഗികൾക്ക് അവർക്ക് ബ്ലഡിൽ ഓക്സിജൻ കുറഞ്ഞ അവർക്ക് പുറം വേദന ധാരാളമായിട്ടുള്ളതാണ്. എന്റെ ഉമ്മ അത് അനുഭവിക്കുന്നതാണ്, പലപ്പോഴും പുറം ഒഴിഞ്ഞു കൊടുക്കുന്നതാണ്. ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് അങ്ങനെയാണ് 95-നെ കുറിച്ച് പഠിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരു 100 പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഇതെല്ലാം കൂടെ പഠിച്ചിട്ട് ആർക്കും ബിസിനസ് ചെയ്യാൻ കഴിയില്ലെങ്കിലും നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ കേൾക്കുമ്പോൾ അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഓരോ പ്രൊഡക്റ്റ് എല്ലാ പ്രൊഡക്റ്റും കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ കഴിയും. ഇന്ന് ഒത്തിരി സന്തോഷം എന്ന് വെച്ചാൽ ഒത്തിരി കുടുംബങ്ങളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നമ്മുടെ പ്രൊഡക്റ്റുകൾ എത്തിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. എന്റെ വീട്ടിൽ കിട്ടിയതുപോലെ തന്നെ ആശ്വാസം അവർക്ക് വീട്ടിലൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അത് തന്നെയല്ലേ വലിയ അംഗീകാരം, വലിയ ആശ്വാസവും. ഒരുപാട് കുറ്റം പറഞ്ഞിരുന്ന പല ആളുകളും തുടക്ക സമയത്ത് വേണ്ടാത്ത മണിക്ക് നിൽക്കണ്ട എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞ ഒത്തിരി ആളുകളെ ഇന്ന് പ്രൊഡക്റ്റ് ചോദിച്ച് വിളിക്കുന്നു, അവർ മേടിച്ച് കഴിക്കുന്നു, അവരതിന്റെ റിസൾട്ട് പറയുന്നത് ഒത്തിരി സന്തോഷമാണ്. അതിലെല്ലാം ഉപരി ഞാൻ STC റാങ്കിലേക്ക് വന്നപ്പോഴേ വീട്ടിന്റെ അകത്ത് മാത്രം ആസ്മയായിട്ട് എല്ലാവരും വന്ന് കണ്ടുകൊണ്ടിരുന്ന എന്റെ ഉമ്മാനെ 500 പേരുടെ മുമ്പിൽ വെച്ചിട്ട് അവിടെ നിന്ന് എനിക്ക് കിട്ടുന്ന മൊമെന്റ് എന്റെ ഉമ്മാനെ കൊണ്ട് മേടിപ്പിക്കാൻ സാധിച്ചു എന്ന് പറയുന്നു. ഈ ബിസിനസ്സിൽ വന്നുകൊണ്ട് മാത്രം കിട്ടിയ എന്റെ ഒരു അംഗീകാരമാണ്. എന്റെ ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ അതിനെ കാണുന്നു. ഇത്രയും ഒരുപാട് റിസൾട്ട് ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ലോറി എല്ലാം ആക്സിഡന്റ് ആയിട്ടും അനുജന്റെ ആക്സിഡന്റ് എല്ലാം കൂടെ ആയിട്ട് തകർന്നിരിക്കുന്ന സമയത്താണെങ്കിൽ ഒരു ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് ഒരു ബൈക്ക് എടുത്തുകൊണ്ടാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നതെങ്കിൽ ഇന്ന് ആ ബൈക്കും കൊണ്ട് ഓടിയിട്ട് ഞാൻ പതിയെ ടീം ഉണ്ടാക്കി വന്ന് ഇന്ന് ഞാൻ സഞ്ചരിക്കുന്നത് ബ്രസയുടെ CNG കാറിലാണ് സഞ്ചരിക്കുന്നത്. ഇതിലേക്ക് എന്നെ എത്തിച്ചത് മൈലേജ് മാർക്കറ്റിംഗ് തന്നെയാണ്, ഇതിന്റെ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് തന്നെയാണ്. അപ്പൊ ഇവിടെ പ്രൊഡക്റ്റ് സൂപ്പറാണ്, ഒരു ഡൗട്ടും അതിലില്ല. അതുകൊണ്ട് തന്നെയാണ് മുനീർ എന്നീ ബിസിനസ് ചെയ്യുന്നതും ഇതിനകത്ത് വരുമാനം ഉണ്ടാക്കുന്നതും. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ ജീവിക്കുന്നതും ഈ കാറ് കൃത്യമായിട്ട് അടവൊക്കെ അടച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതൊക്കെ മൈലേജിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് തന്നെയാണ്. മാത്രമല്ല അന്ന് ഞാൻ ലോറിയിലൊക്കെ പോകുന്ന സമയത്ത് സ്വന്തം ലോറി ആയിരുന്നെങ്കിൽ പോലും ലോഡൊക്കെ എടുത്ത് വരുന്ന സമയത്ത് ഞാനൊരു പുന്നാടനായിരുന്നു. ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊന്നും പറ്റില്ല. ഒരു ഒഴിഞ്ഞ മൂലയിലേക്കുള്ള ഒരു ടേബിളിലേക്ക് മാറിയിരിക്കണമെങ്കിൽ ഇന്ന് ഏത് ലക്ഷറി ഹോട്ടലും ഇന്നടിച്ചുകൊണ്ട് AC കാറിൽ നിന്ന് ഇറങ്ങി ഭക്ഷണം കഴിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലേക്ക് എന്നെ മാറ്റിയത് മൈലേജ് മാർക്കറ്റിംഗ് ആണ്. ഈ രീതിയിലേക്കൊക്കെ ഒത്തിരി ആളുകൾക്ക് മാറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാവർക്കും സാധിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഞാൻ പറയുന്നത് പ്രൊഡക്റ്റും ഒക്കെയാണ്, ഈ പ്രൊഡക്റ്റ് തന്നെയാണ് ഞാൻ ബിസിനസ്സിലേക്ക് വന്നത്. ഇന്ന് ഒത്തിരി ആളുകൾ വരുന്നതും പ്രൊഡക്റ്റ് തന്നെയാണ്. ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടതാണ്. ഇവിടെ നമുക്ക് വരുമാനം കിട്ടാൻ നമ്മൾ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറയുന്നത്. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, നമുക്ക് കിട്ടുന്ന ആശ്വാസം മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ സെഗ്മെന്റ് ആണ് നമ്മുടെ ആഗ്രോ കെയർ പ്രൊഡക്റ്റുകൾ. നമ്മൾ ചിന്തിച്ചില്ല, എന്റെ വിശ്വാസ പ്രകാരം നമ്മൾ ഹലാലും തൊയ്യബും കഴിക്കണം എന്ന് പറയും. മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾക്ക് അത് മനസ്സിലാവും. ഹലാലും തൊയ്യും എല്ലാവരും വിചാരം ഹലാൽ പറഞ്ഞ കോഴിനകത്ത് കഴിക്കുന്ന ഹലാലാണെന്ന്. മറ്റുള്ളവരെ പറ്റിക്കാതെ മറ്റുള്ളവന്റെ വിഷമമില്ലാതെ നമുക്ക് കിട്ടുന്നതിന് ഹലാൽ എന്ന് പറയുന്നതെങ്കിൽ അത് തൊയ്യബായിട്ട്, കാരണം മനുഷ്യ ശരീരത്തിന് ഹാനികരമില്ലാത്തത് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് നിലവിൽ കൃഷി ചെയ്യുന്ന കർഷകരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മക്കൾക്ക് പോലും അവരുണ്ടാക്കുന്ന പച്ചക്കറികൾ കൊടുക്കാൻ ധൈര്യപ്പെടാത്ത ഈ കാലഘട്ടത്തിൽ അത് വിറ്റിട്ടാണ് ലാഭം ഉണ്ടാക്കുന്നതെങ്കിൽ, അതാണ് മറ്റുള്ളവർക്ക് രോഗം പല കാരണങ്ങളും ഉണ്ടാകുന്നതെങ്കിൽ അത്തരത്തിലില്ലാതെ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ മണ്ണിനും മനുഷ്യനും ദോഷമില്ലാതെ കൃഷി ചെയ്യാൻ പറ്റുന്ന നല്ല ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇന്ന് നമ്മുടെ കയ്യിൽ കൃഷി മേഖലയിൽ കൊടുക്കാൻ വേണ്ടി നമുക്കുണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യർ ഇപ്പൊ നമുക്കറിയാം വാഴകൃഷി ചെയ്യുന്ന ആളുകൾ അവർ അടിക്കുന്ന സാധനങ്ങൾ അവരുടെ ആരോഗ്യത്തിന് ഹാനികരാന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അവർക്കും അറിയാം അത്. അവരുടെ മക്കൾക്ക് കൊടുക്കാൻ ഭയപ്പെടുന്ന അതുകൊണ്ടാണ് അവര് ഈ സാധനം വിറ്റ് ലാഭം ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് എങ്കിൽ അത് ഹലാലാണ് എന്ന് പറയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് കഴിച്ചിട്ട് സൈഡ് എഫക്ട് ഉണ്ട്, പ്രശ്നങ്ങൾ ഉണ്ട് എന്നും അത് തൊയ്യവിലും പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഇത് മനുഷ്യ ശരീരത്തിന് ഹാനികരമില്ലാത്ത രീതിയിൽ കൃഷി ചെയ്യാൻ കഴിയുന്ന പ്രൊഡക്റ്റുകളും ഇന്ന്
നമ്മുടെ കയ്യിലുണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഈ കേൾക്കുന്ന ആളുകൾ മുഴുവൻ വീട്ടിലൊക്കെ ചെറുതായിട്ട് പച്ചക്കറി ചെയ്യുന്ന ആളുകളാണ്. ഒരു ഗ്രാമാജിക്കും ഒരു പോസ്റ്ററും മേടിച്ചിട്ട് അതൊന്ന് പരീക്ഷിച്ചു നോക്കിയാൽ പോലും വലിയ മാറ്റം കാണാൻ കഴിയും. ഞാൻ എന്റെ വീട്ടിൽ പരീക്ഷിച്ചതാണ്. തക്കാളി കൊലയ്ക്കുന്നത് പോലെ വഴുതനങ്ങിലെ കൊലയായിട്ട് വഴുതനങ്ങ ഉണ്ടായി വരികയും അതിന്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആണ് എന്ന് പറഞ്ഞ് പച്ചക്കറിക്കടക്കാരും കൊണ്ടുപോയ അയൽവാസികളൊക്കെ ചോദിക്കുന്ന രീതിയിലേക്ക് ആ ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും നമ്മൾ എല്ലാവരും ഓരോ പാക്കറ്റെങ്കിലും ബോസ്റ്ററും ഗ്രോമാജിക്കും മേടിച്ച് നമ്മുടെ വീട്ടിൽ ഗ്രോ ബാഗിലോ അല്ല വീട്ടുമുറ്റത്തായിട്ട് പച്ചക്കറികൾ ജൈവ രീതിയിൽ നമ്മൾ തയ്യാറാക്കി മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചു കൊടുത്താൽ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. നമ്മുടെ പ്രൊഡക്റ്റ് സൂപ്പർ പ്രൊഡക്റ്റ് ആണ്, കമ്പനിയും സൂപ്പർ ആണ്, റിസൾട്ട് സൂപ്പർ ആണ്. പിന്നെ ഇതിനകത്ത് ബിസിനസ് ആയിട്ട് വരുന്ന ഇപ്പൊ ഇത്ര രാവിലെ 6 മണിക്കൊക്കെ വന്നിരിക്കുന്ന ആളുകൾ പ്രൊഡക്റ്റിനെ കുറിച്ച് കേൾക്കാന്നോ അതല്ലെങ്കിൽ മുനീറിനെ കേൾക്കാന്ന് വെച്ചാൽ ഇതിനകത്തൊരു ബിസിനസ് ഉണ്ട്, ഇതിനകത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാം എന്ന് കരുതി വരുന്ന ആളുകൾ തന്നെയാണ്. ഞാൻ പറയുന്നത് ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പ്രൊഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുക, ആ ഉപയോഗിച്ച റിസൾട്ട് മറ്റുള്ളവരോട് പറയുക എന്നുള്ളത് മാത്രം തന്നെ ഉള്ളൂ. ഇതിനകത്ത് പരാജയപ്പെട്ട ഒത്തിരി ആളുകൾ പരാജയപ്പെട്ടിട്ടുണ്ട്. പല നെറ്റ്വർക്കിലും വന്നത് പല നെറ്റ്വർക്ക് പോലെയല്ല മൈലേസ്റ്റിൽ എന്ന് എനിക്ക് അതിനകത്ത് ആദ്യം പറയാനുള്ളൂ. അതേപോലെ തന്നെ പരാജയത്തിന്റെ കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മളിൽ മാത്രമാണ്. പരാജയ കാരണം നമ്മളിൽ നിന്നാണ്. പരാജയത്തിന്റെ ആ ഒരു വിജയത്തിന്റെ കാരണവും വിജയത്തിന്റെ വഴികളും അതും നമ്മളിൽ നിന്നാണ്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മൾ എന്താണോ മനസ്സിലാക്കി വെച്ചത്, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ വിജയവും പരാജയവും എല്ലാം. ഇവിടെ തനിച്ച് നമ്മൾ അധ്വാനിച്ച് ജീവിക്കാതെ തനിച്ച് വരുമാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണെങ്കിൽ നമ്മൾ കൂട്ടമായിട്ട് തനിച്ച് നേടുന്നതിന്റെ പാതി പരിശ്രമവും പാതി പ്രവർത്തനവും മതി കൂട്ടായ്മയായിട്ടുള്ള വിജയത്തിലേക്ക്. നമ്മൾ ഒരു കൂട്ടായ്മയാണ്. ഇന്നിപ്പോ ഇത്രയും പേരുടെ മുമ്പിൽ നിങ്ങളുടെ മുമ്പിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മളൊക്കെ ഇവിടെ ഞാൻ സംസാരിക്കുന്നത് വിജയത്തിന് വേണ്ടിയിട്ട്. എന്റെ അറിവാണ്, മറ്റുള്ളവർക്ക് വിജയത്തിനാണ്. പ്രത്യേകിച്ച് നമുക്ക് മറ്റൊന്നുമല്ല, ഇങ്ങനെ മറ്റുള്ളവരുടെ വിജയത്തിന് വേണ്ടി നമ്മൾ പണിയെടുക്കുക. നമ്മൾ കൂട്ടമായിട്ട് പണിയെടുക്കുമ്പോൾ അവിടെ വിജയം ഉറപ്പാണ്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് ജീവിക്കുമ്പോൾ സാധാരണ പണമുള്ള ആളുകൾക്ക് വലിയ അംഗീകാരമൊക്കെ ഉണ്ടാകും അല്ലെ. ഇങ്ങനെ സിറ്റുവേഷനൊക്കെ ഉണ്ട്. ഇവിടെ അതിനൊക്കെ മറികടക്കാൻ കഴിയുന്നത് മൂല്യമുള്ളതിന്റെ കൂടെ നിന്നാൽ മൂല്യം ഉണ്ടാകും, ഉറപ്പാണ്. ഇവിടെ മൂല്യമുള്ള ഒത്തിരി ലീഡേഴ്സാണ് നമ്മള്. ഉമ്മർ സാറിനെ ഇങ്ങനെ കാണുന്നു. ഉമ്മർ സാറിന്റെ സ്പീച്ച് ഒന്നും കേൾക്കാൻ നടന്നിട്ടില്ല. അതേപോലെ അയ്യൂബ് സാറ്, റജീന മേഡം, ഇങ്ങനെ നിരവധി ലീഡേഴ്സ് ഇതിനകത്തുണ്ട്. ഈ ബിസിനസ്സിനകത്ത് പഠിച്ച് വരുമാനം മേടിച്ച് മൂല്യമുള്ള വ്യക്തികളായിട്ടുള്ള ആളുകളുടെ കൂടെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മൂല്യം കൂടും. മൂല്യം കൂടാൻ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മൂല്യമുള്ളവർ പറയുന്നത് കേട്ട് മൂല്യമുള്ളവരുടെ കൂടെ നിന്നാൽ നമ്മുടെ മൂല്യം കൂടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ശ്രേഷ്ഠമായത് നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ശ്രേഷ്ഠമായത് നമ്മൾ കൊടുക്കണം. നമുക്ക് പണമാണ് വലിയ ശ്രേഷ്ഠത. ആ പണം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മുടെ സമയമാണ് ഏറ്റവും മൂല്യമുള്ളത്. ആ സമയത്ത് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ മൂല്യമുള്ളത് കൊടുത്താലേ മൂല്യമുള്ളത് ലഭിക്കൂ. ഒരു ഡൗട്ടും അതിനകത്തില്ല. മൂല്യമുള്ളത് കൊടുത്തേ പറ്റൂ. മൂല്യമുള്ളത് കൊടുക്കാതെ ഞാനും മൈലേസ്റ്റിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മൂല്യമുള്ളത് കൊടുക്കാതെ മൂല്യമുള്ളത് കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നതാണ് പരാജയ കാരണം. മൂല്യമുള്ളത് തന്നെ നമുക്ക് കൊടുക്കണം, മൂല്യമുള്ളത് കിട്ടും. കാലഘട്ടത്തിനനുസരിച്ച് ചെയ്യേണ്ട ബിസിനസ് ആണ് മൈലേസ്റ്റിൽ. കടയിട്ട് ചെയ്യുന്ന അതിലെ കൊട്ടയിലേറ്റ് വിൽക്കുന്ന കാലഘട്ടമൊക്കെ കഴിഞ്ഞു. എല്ലാവർക്കും അറിയാം. ഇന്ന് എല്ലാം മേടിക്കുന്ന ആപ്പിലൂടെയാണ്. കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറിയിട്ടില്ലെങ്കിൽ കാലം നമ്മെ മാറ്റി കളയും. ഒരു ഡൗട്ടും അതിനകത്തും ഇല്ല. കാലഘട്ടത്തിനനുസരിച്ച് വന്ന് ബിസിനസ് ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം? നമ്മൾ മാറണം. ഇങ്ങനെ മാറി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ നമ്മുടെ മൈലേസ്റ്റിൽ എന്ന് പറയുന്ന കമ്പനി ഇന്ന് നമുക്കറിയാം, ഭാരത് ഗൗരവ് എന്ന് പറഞ്ഞിട്ടുള്ള അംഗീകാരം മേടിച്ചിട്ടുള്ള ഓണറാണ് നമ്മുടെ ഓണർ. ഭാരത സർക്കാരിന്റെ അംഗീകാരം മേടിച്ചിട്ടുള്ള ഓണർ. ISO സർട്ടിഫിക്കറ്റ് ഉള്ള മാനേജ്മെന്റ്, ഇത്ര റിസൾട്ട് ഉള്ള ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ഉള്ള പ്രൊഡക്റ്റുകൾ. ചില ആളുകളേക്ക് നിങ്ങളുടെ കമ്പനിക്ക് ആയുഷ് മന്ത്രാലയത്തിന്റെ സർട്ടിഫിക്കേഷൻ, ആയുഷ് മന്ത്രാലയത്തിന്റെ കമ്പനിക്കല്ല സർട്ടിഫിക്കേഷൻ, നമ്മുടെ ഓരോ പ്രൊഡക്റ്റിലാണ്. അപ്പൊ ഇത്രയും സർട്ടിഫിക്കേഷൻ ഉള്ള പ്രൊഡക്റ്റുകൾ, നല്ല ലീഡേഴ്സ് എല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് പരാജയത്തിന്റെ കാരണങ്ങളില്ല. കാരണം ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ചിന്താഗതി മാത്രമാണ്, മറ്റൊന്നുമല്ല എന്ന് മനസ്സിലാക്കുക. ഇനി ഇതാണെങ്കിലോ, ഈ ആയുർവേദം എന്ന് പറയുന്നത് ഇന്ന് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ആവശ്യമുള്ളതാണ്.
ഈ ബിസിനസ്സിനകത്തുള്ള മുഴുവൻ ആളുകൾക്ക് എന്താണ് ഞാൻ പറഞ്ഞത്, ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ആവശ്യമുള്ള മുഴുവൻ ആളുകൾക്കും റിസൾട്ട് തരുന്ന മുഴുവൻ. അപ്പൊ എന്റെ ഉമ്മാക്ക് കഴിച്ചത് മാറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്റെ ബന്ധുക്കൾ കുറ്റം പറഞ്ഞവരും മേടിച്ച് കഴിച്ച് അവർക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ, എന്റെ അനുജന്മാര് പോലും എന്നെ കുറ്റം പറഞ്ഞിട്ട് അവർക്ക് ഇന്ന് യൂറിക് ആസിഡ് മാറിയിട്ടുണ്ടെങ്കിലും അതുപോലെ പല പ്രയാസങ്ങളും ഇതിനകത്ത് ഈ പ്രൊഡക്റ്റ് കഴിച്ച് മാറിയിട്ടുണ്ട്. ഇതൊക്കെ ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ട്. ഡോക്ടർമാരെ കുറ്റം പറഞ്ഞ ഡോക്ടർമാരെ വേണ്ട എന്നല്ല, ജീവിതശൈലി രോഗങ്ങൾ അകറ്റാൻ നമ്മുടെ ജീവിതശൈലി ഒന്ന് മാറ്റിയാൽ മതി, വേറെ ഒന്നുമില്ല. അതിന് പറ്റിയ പ്രൊഡക്റ്റുകൾ നമ്മുടെ അടുത്തുണ്ട്. ഇതാണ് ആളുകളിലേക്ക് കൊടുക്കുന്നത്. ഈ ജീവിതശൈലി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന രോഗങ്ങളാണ്. ഈ രോഗങ്ങൾ മാറ്റണമെങ്കിൽ അതിനനുസരിച്ച് ഫുഡ് സപ്ലിമെന്റ് ആയിട്ട് നമ്മുടെ അടുത്ത് കുറച്ച് പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഇത് മനസ്സിലാക്കുക, ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഈ രീതിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100% ഉറപ്പാണ് അവർക്കും മാറ്റം കിട്ടും. ഇത് അവർക്ക് മാറ്റം കിട്ടുന്നത് അറബിക്കും മാറ്റം കിട്ടും, അമേരിക്കക്കാരനും മാറ്റം കിട്ടും, ബ്രിട്ടനുകാരനും മാറ്റം കിട്ടും. ഇങ്ങനെയാകുമ്പോഴ് ഞാൻ ജസ്റ്റ് നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ വീടിന്റെ മുകളിൽ ടാങ്ക് വെച്ചിട്ട് ആ ടാങ്കിൽ നിന്ന് കണക്ഷൻ വലിച്ചിട്ടുണ്ടാകും. കിച്ചണിലേക്ക് ഉണ്ടാവും, ബാത്റൂമിലേക്ക് ഉണ്ടാവും, പൂച്ചെടി നനക്കുന്നിടത്തുണ്ടാകും. ഇവർക്കൊക്കെ കണക്ഷൻ കൊടുത്ത് എല്ലായിടത്തേക്കും വെള്ളം എത്തുമല്ലോ. തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളൊരു കണക്ഷൻ ഇട്ടിട്ട് അമേരിക്കയിൽ ഇട്ടിട്ടുണ്ട്, സൗദി അറേബ്യയിൽ ഇട്ടിട്ടുണ്ട്, ബ്രിട്ടനിൽ ഇട്ടിട്ടുണ്ട്, ഇസ്രായേലിൽ ഇട്ടിട്ടുണ്ട്, ബ്രസീലിൽ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നും ഈ ആയുർവേദത്തിന്റെ കണക്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ പൈപ്പ് ലൈനിൽ റിട്ടേൺ നമുക്ക് പണമായിട്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്ക് നമ്മുടെ അക്കൗണ്ടിലൂടെ നമുക്ക് പണം സമ്പാദിക്കാൻ പറ്റും. ഇത് സത്യമാണ്. 2030 വേൾഡിൽ നമ്പർ 1 ആയിട്ട് നമ്മുടെ ഇന്ത്യ രാജ്യം മാറാൻ നമ്മളുടെ പ്രൊഡക്റ്റ് നമ്മൾ വേണ്ട രീതിയിൽ ഒന്ന് മാർക്കറ്റ് ചെയ്ത് ലോകത്തുള്ള സംസ്കൃതത്തിൽ പറയും ലോക സമസ്ത സുഖിനോ ഭവന്തു ലോകത്തുള്ള മുഴുവൻ ആളുകളും സുഖമായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റും പ്ലാറ്റ്ഫോമുമാണ് ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയതെങ്കിൽ ഈ ഒരു കാര്യം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളും നമ്മുടെ തലമുറകളും സുഖമായിട്ടിരിക്കുന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ലല്ലോ. കാരണം അവിടെ നിന്നൊക്കെ പണമാണല്ലോ തിരിച്ചു വരിക. പ്രൊഡക്റ്റ് അങ്ങ് കൊടുക്കുമ്പോൾ പണം തിരിച്ചു വരുന്നുണ്ടെങ്കിൽ നമുക്ക് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും സമാധാനവും ആശ്വാസവും ഉണ്ടാക്കിക്കൊണ്ട് ലോകത്ത് നമ്പർ 1 രാജ്യമായി മാറാനും അതിനെ ലോകത്തിലേക്ക് നമ്പർ 1 എത്തിക്കാൻ നമ്മുടെ ഓരോരുത്തരുടെ പരിശ്രമവും ഈ ഒരു പ്രൊഡക്റ്റിലൂടെ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നമുക്കും നമ്മുടെ നാടുകളും നമ്മുടെ തലമുറകൾക്കും രക്ഷപ്പെടാമെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോ ഇവിടെ ഒരുപാട് നേടാൻ സാധിച്ചു എന്ന് പറയുന്നത് ഒരു ടീമാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കും പോലെ ചിന്തിക്കാനേ, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആഗ്രഹിക്കുന്ന ഒത്തിരി പേര് കൂടെ ഉണ്ടാകാൻ ആ ആഗ്രഹങ്ങൾ സഫലമാകാൻ വലിയ പ്രയാസങ്ങളുണ്ടോ? ഇന്ന് ഇതിനകത്ത് നമ്മുടെ കൂടെ ചങ്കായിട്ടിരിക്കുന്ന കുറെ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അവരുടെ കുടുംബങ്ങളിലേക്ക് വരുമാനം മേടിച്ചു കൊടുക്കാനും അവരുടെ കുടുംബത്തിലുള്ള ആശ്വാസങ്ങൾ, പല മുട്ടുവേദനയുള്ള ആളുകളായിക്കോട്ടെ, അതേപോലെ തന്നെ കുഴിനകം വന്നിട്ടും അതേപോലെ തളർന്നു കിടക്കുന്ന എഴുന്നേക്കാൻ പറ്റാത്ത ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ അത്ഭുതം അല്ലെങ്കിൽ മാജിക് ആയിട്ടുള്ള ഒന്നുമില്ല. കാര്യകാരണങ്ങളാൽ ആയുർവേദത്തിലൂടെ റിസൾട്ട് പറഞ്ഞു കൊടുത്ത് ഇന്ന പ്രൊഡക്റ്റുകൾ ഇന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഈ റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ല അത്ഭുത സിദ്ധിയോ വ്യാജസിദ്ധിയോ ഒന്നും കൊടുത്തിട്ടല്ലല്ലോ ഇവിടെ റിസൾട്ട് ഉണ്ടാവുന്നത്. ഈ പ്രൊഡക്റ്റ് ആര് കഴിച്ചാലും റിസൾട്ട്, അതിന് കാര്യകാരണങ്ങളുണ്ട്. കാര്യകാരണങ്ങൾ സഹിതം തന്നെ റിസൾട്ട് കിട്ടുന്ന പ്രൊഡക്റ്റുകൾ. അപ്പൊ ഇത്രയും റിസൾട്ടുകളാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ. ഇനി ഒരുപാട് അനുഭവങ്ങളുള്ള ലീഡേഴ്സ് ഇതിനകത്തുണ്ട്. ഈ ഒരു ബിസിനസ്സിനകത്ത് വിജയിക്കാനും ആകെ ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, എനിക്ക് കിട്ടിയതെല്ലാം എന്റെ സഹോദരനും കിട്ടണം, എന്റെ കൂടെ വന്ന ആളുകൾക്ക് കിട്ടണം. എന്റെ വീട്ടിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവന്റെ വീട്ടിലും റിസൾട്ട് കിട്ടണം. എന്റെ അക്കൗണ്ടിൽ എന്തെങ്കിലും പണം വന്നിട്ടുണ്ടെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള പണം എന്റെ സഹോദരന്റെ അക്കൗണ്ടിൽ, എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വന്നവരുടെ അക്കൗണ്ടിലേക്കും കിട്ടണം. ഈ ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ 100% ഉറപ്പാണ് പഠിച്ചോ നമുക്ക് വാരിക്കോരി തന്നുകൊണ്ടേയിരിക്കും. ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനാണ് പറയുന്നത്, എല്ലാവരുടെ കയ്യിലും എന്ത് ചെയ്യില്ല, പണം കിട്ടിക്കൊള്ളുന്നില്ല. അതിനും ഒരു അർഹത വേണം. ആ അർഹത എന്ന് പറയുന്നത് ഈ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ടാവുക. മറ്റുള്ളവന്റെ കുറ്റം കണ്ടുപിടിക്കുന്നതിന് പകരം 10 കുറ്റമുണ്ടെങ്കിലും അവന് ഒരു ഗുണമുണ്ടെങ്കിൽ ആ ഗുണം എടുത്തുകൊണ്ട് അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവനെ കൂടെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പാണ് നമ്മളുടെ ഗുണങ്ങൾ പറയാനും നമുക്ക് വേണ്ടി വരുമാനം തരാനും ആയിരങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകും. അതിന് പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് മൈലസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിരിക്കുന്നത്. ഈഗോ അടിക്കാനും കുറ്റം പറയാനും എവിടെയും പറയുന്നില്ല. ഈ ബിസിനസ് പ്രത്യേകിച്ച് തീർത്തും ഈ ബിസിനസ്സിനകത്ത് ഒരു കൂട്ടായ്മ, ഒരു സ്നേഹം, ഒരു ഐക്യം എവിടെ പോയി കഴിഞ്ഞാലും. ഇപ്പൊ ഇന്ന് ഞാൻ പല ഗൂഗിൾ മീറ്റിനകത്ത് ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഓരോ പ്രോഗ്രാമിനൊക്കെ ഒന്ന് ചേർന്ന സമയത്ത് അവിടെ വന്ന് സ്നേഹത്തോട് മുന്നിൽ സാറേ എന്ന് വിളിച്ചൊരു ഷൈക്കൻഡ്, ഇതൊക്കെ കിട്ടുന്ന സമയത്ത് കിട്ടുന്ന സന്തോഷം നമുക്ക് വരുമാനം മാത്രമല്ല, ഒരുപാട് മനസ്സിന് സന്തോഷം. ഇതിനകത്ത് എന്താണ്, നമുക്ക് ആരോഗ്യവും സന്തോഷല്ലേ, ആരോഗ്യം കിട്ടുന്നുണ്ട്, പിന്നെ സമ്പത്ത് കിട്ടുന്നുണ്ട്, ഫ്രീഡം കിട്ടുന്നുണ്ട്, അതിലുപരി സന്തോഷം കിട്ടുന്നുണ്ട്.
ഈ സന്തോഷവും സമാധാനവും കിട്ടണമെങ്കിൽ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് മൈലേസ്റ്റർ എന്ന് മനസ്സിലാക്കുക. അപ്പൊ കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. ഇവിടെ നമുക്ക് യാതൊന്നും നഷ്ടപ്പെടാനില്ല. ലോകത്തുള്ള മുഴുവൻ പണവും ഇന്ത്യയിലേക്ക് എത്തിക്കാൻ പറ്റും. ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും സമാധാനം കൊടുക്കാൻ പറ്റും. ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്ക് ആശ്വാസം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പ്രവർത്തിക്കേണ്ടത്, അറിഞ്ഞത്, കിട്ടിയത് ഇന്ന് നമ്മളിലാണ്. നമ്മൾ ഇത് മറ്റുള്ളവരോട് പറയാത്തത് കാരണം, നമ്മൾ എത്തിക്കാത്തത് കാരണം ഒരാൾക്ക് പോലും ഇത് മിസ്സാവരുത് എന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടെങ്കിൽ, കുറ്റം പറയുന്നവരും പരിഹസിക്കുന്നവരും പിന്നീട് അത് മനസ്സിലാക്കി തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അതിനെ ഒന്നും വക വെക്കാതെ നമ്മൾ ആ രീതിയിൽ മുമ്പോട്ട് പോയാൽ 100% എല്ലാവർക്കും ആശ്വാസം കൊടുക്കാൻ കഴിയും. ഒരു നഷ്ടസാധ്യതയുമില്ലാതെ, യാതൊരു നഷ്ടവും ഒന്നുമില്ലാതെ ഒരുപാട് നേടാൻ കഴിയുന്ന, ഒരുമിച്ച് നിന്ന് നേടാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമിനകത്താണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് വളരാൻ കഴിയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം, ഈ ഒരു ഐക്യം, ഈ ഒരു പ്രൊഡക്റ്റ്, ഈ ഒരു കമ്പനി, ഈ ലീഡേഴ്സിനെ മുറുകെ പിടിച്ചുകൊണ്ട് അതിനെ കൂടെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ട്, പ്രവർത്തിക്കാതെ ഒന്നും ഇവിടെ ലഭിക്കുന്നില്ല, ശക്തമായി പ്രവർത്തിച്ചുകൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും വലിയ വിജയങ്ങൾ ഉണ്ടാക്കാനും ഈ പ്ലാറ്റ്ഫോമിൽ എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും കഴിയട്ടെ. ആ വിജയത്തിന്റെ ഏറ്റവും ആ കൊടുമുടിയിൽ നമുക്കെല്ലാം ഒരുമിച്ച് നിന്ന് ആഹ്ലാദിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഓൾ സക്സസ്. ജയ് ഹിന്ദ്, ജയ് മനുഷ്യൻ മാർക്കറ്റിംഗ്. താങ്ക് യു.